കൊല്ലം കോർപ്പറേഷനിൽ ശക്തമായ മത്സരം നടക്കുന്ന ഡിവിഷനാണ് വടക്കുംഭാഗം. ഇവിടെ ആദ്യഘട്ട പ്രചാരണങ്ങൾ 3 മുന്നണികളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇടതിനൊപ്പം നിൽക്കുന്ന ഡിവിഷനാണെങ്കിലും ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും ബി.ജെ.പി. കോർപ്പറേഷൻ മേയറും CPI നേതാവുമായ ഹണി ബെഞ്ചമിനാണ് LDFിന് വേണ്ടി ജനവിധി തേടുന്നത്. 15 വർഷമായി വടക്കുംഭാഗം ഡിവിഷനിലെ കൗൺസിലറാണ് ഹണി. ഡിവിഷൻ നിലനിർത്താനായി ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് LDF നടത്തുന്നത്. കൊല്ലം കോർപ്പറേഷനിലെ വികസന നേട്ടങ്ങളും LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ഊന്നിപ്പറഞ്ഞാണ് ഇത്തവണ വോട്ട് ചോദിക്കുന്നത്. മേയറായതുകൊണ്ട് മാത്രമല്ല, വാർഡിൽ വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. റോഡുകളുടെ നിർമ്മാണമായാലും ഓടകളുടെ നിർമ്മാണമായാലും ജനക്ഷേമകരമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനം കട്ടിൽ കൊടുക്കുന്നു, ഓണപ്പുടവ് കൊടുക്കുന്നു, പോഷകാഹാരം കൊടുക്കുന്നു, അതിദരിദ്രരെ സംരക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുമായി ഡിവിഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മേയറാകുന്നത്. ആ മേയർ എന്ന നിലയിൽ തന്നെ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 8 മാസക്കാലം നടന്നത്. മുണ്ടയ്ക്കൽ ഡിവിഷനിലെ കൗൺസിലറും യൂത്ത് കോൺഗ്രസ് നേതാവുമായ കുരുവിള ജോസഫാണ് UDFിന്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് പ്രഖ്യാപിച്ച ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കുരുവിള ജോസഫ് ഉൾപ്പെട്ടിരുന്നു. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDFിന്റെ പ്രവർത്തനം. കൊല്ലം കോർപ്പറേഷന്റെ അഴിമതിയും വികസന മുരടിപ്പും നിരത്തിയാണ് UDFിന്റെ പ്രവർത്തനം. കൊല്ലം കോർപ്പറേഷനെതിരായിട്ടൊരു വലിയ ജനവികാരം ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് കൃത്യമായി വോട്ടായി ഫലിക്കുമെന്ന് 25 വർഷമായൊരു കോർപ്പറേഷനാണ്. വേസ്റ്റ് മാനേജ്മെൻ്റ് അടക്കം പല കാര്യത്തിന്, കുടിവെള്ളമടക്കം പല കാര്യങ്ങൾക്കും കൃത്യമായൊരു നൽകാൻ കഴിഞ്ഞിട്ടില്ല പൊതുജനങ്ങൾക്ക്. അതിനെതിരായിട്ടുള്ളൊരു ജനവികാരം ഇവിടെ ശക്തമായിട്ടുണ്ട്. അത് വോട്ടായി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. വാർഡിലെ ഒരു നിർണായക ശക്തിയാകുവാനും വാർഡ് പിടിച്ചെടുക്കുവാനും BJP രംഗത്തിറക്കിയിരിക്കുന്നത് പുതുപ്പള്ളി ശ്രീകുമാറിനെയാണ്. മോഡി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഇടത് വലത് സർക്കാരുകളുടെ അഴിമതികളും എടുത്തു പറഞ്ഞാണ് BJPയുടെ പ്രചാരണം. ഇവിടുത്തെ ഏറ്റവും പരിതാപകരമായ പ്രശ്നമാണ് ഈ പുള്ളിക്കട പ്രശ്നം. ആ പ്രശ്നത്തിന് യാതൊരുവിധ പരിഹാരം കണ്ടിട്ടില്ല. അപ്പോൾ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ 3 ടേൺ കൊണ്ട് പറഞ്ഞ് പറ്റിക്കുകയാണ് ഈ മേയർ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ശക്തമായ പ്രചരണം ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് 3 മുന്നണികളും. കടുത്ത ചൂടും മഴയും വകവയ്ക്കാതെയാണ് പ്രചാരണങ്ങൾ. അമൃത ന്യൂസ്, കൊല്ലം.